കോൺഗ്രസിൽ നിന്നും ബി.ജെ.പിയിലേക്ക് എത്തിയ പ്രണേഷ് രാജേന്ദ്രനാണ് പാലക്കാട് ചിറ്റൂരിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി. മന്ത്രി കെ കൃഷ്ണൻകുട്ടി മത്സരരംഗത്ത് നിന്നും പിന്മാറിയതോടെ ഇത്തവണ പ്രവചനാതീതമാണ് ചിറ്റൂർ മണ്ഡലം നോക്കിക്കാണുന്നത്. നെൽകർഷകരുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ മണ്ഡലത്തിൽ പ്രധാന ചർച്ചാ വിഷയമാണ്. ഒപ്പം തന്നെ നിരവധി വിഷയങ്ങൾ മറ്റു ചർച്ചകളായി മാറുന്നുണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ. അരുണാലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് ചിറ്റൂരിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി പ്രണേഷ് രാജേന്ദ്രനാണ് ഇപ്പോൾ ചേരുന്നത്. ചിറ്റൂർ മണ്ഡലം ജനതാദൾ പേരിന് എവിടെയെങ്കിലുമൊക്കെ കേരളത്തിലുണ്ടെങ്കിൽ അത് ചിറ്റൂരിലാണ്. മന്ത്രി കൃഷ്ണൻകുട്ടിയായിരുന്നു കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടുത്തെ എം.എൽ.എ. ഇപ്പോൾ അദ്ദേഹം ഇല്ല. 3 യുവാക്കൾ തമ്മിലുള്ള മത്സരമാണ്. എങ്ങനെയാണ് ഈ ഒരു മണ്ഡലത്തിൻ്റെ അവസ്ഥ? എന്താണ് ബി.ജെ.പി തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ട് മണ്ഡലത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്? ബി.ജെ.പി പ്രധാനപ്പെട്ടുള്ളൊരു വിഷയം തെരഞ്ഞെടുപ്പിന് മുന്നോട്ട് വയ്ക്കുന്നത് കാർഷിക മേഖല തന്നെയാണ്. നിങ്ങൾ പറഞ്ഞ പോലെ കഴിഞ്ഞ 10 വർഷ കാലഘട്ടങ്ങളിൽ കൃഷ്ണൻകുട്ടിയേട്ടൻ അവർകൾ ജനതാദൾ എന്നുള്ള പറയുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് മന്ത്രിയാവുകയും അതിനു മുമ്പായി കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ശ്രീ അച്യുതൻ അവർകൾ 20 വർഷ കാലയളവിൽ എം.എൽ.എ ഭരിക്കുകയും ചെയ്തിട്ട് കാർഷിക മേഖല ഇന്നും സ്തംഭനത്തിലാണ്. കർഷകർക്കോ കാർഷിക മേഖലയ്ക്കോ ഇന്നേ വരെ ശാശ്വതമായ ഒരു പരിഹാരങ്ങളും ചിറ്റൂർ മേഖലയിൽ സംബന്ധിച്ച് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ കാർഷിക മേഖലയിൽ നോക്കിയാൽ വെള്ളം കാര്യക്ഷമമായിട്ട് കർഷകർക്ക് എത്തുന്ന ഒരു സാഹചര്യമില്ല. നിങ്ങൾ തന്നെ പലവട്ടം കാർഷിക മേഖലയിലെ സമരത്തോടനുബന്ധിച്ച് പുൽപ്പള്ളി മണ്ഡലത്തിൽ ഞങ്ങളെല്ലാം അത് നടത്തുമ്പോൾ പല പ്രാവശ്യം നിങ്ങൾ വന്നിട്ടുണ്ട്. ഇന്നും അതിനൊരു പരിഹാരമില്ല. പിന്നെ വളം, രാസവളം, മറ്റു വളങ്ങളെല്ലാം കാർഷിക മേഖലയ്ക്ക് ആവശ്യാനുസരണം എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനവും ഇവിടെ വീഴ്ചയാണ്. സൊസൈറ്റിയിലോ മറ്റ് കോർപ്പറേറ്റീവ് സെക്ടറിലോ ഒന്നും തന്നെ സബ്സിഡിയായിട്ട് ഒരു വളങ്ങളും ആവശ്യാനുസരണം എത്താത്ത ഒരവസ്ഥയാണ് കർഷകൻ്റെ ഇന്നത്തെ ബുദ്ധിമുട്ട്. പിന്നെ ചാക്ക് സൗജന്യമായി നൽകുന്നു എന്ന് പറഞ്ഞ് കേരള സംസ്ഥാനം മുഴുവൻ അറിയാം കാർഷിക മേഖലയിൽ നെൽ കർഷകർക്ക് ചാക്ക് സൗജന്യമായി നൽകുമെന്ന്. ഇന്ന് വരെ സൗജന്യമായിട്ട് ഒരു ചാക്ക് പോലും കർഷകർ കിട്ടാത്ത ഒരവസ്ഥ കർഷകരോട് ചോദിച്ചാൽ വിഷമം അറിയും. 12 രൂപ വെച്ചാണ് ഈടാക്കുന്നത് അല്ലേ കർഷകർക്ക് ഒരു ചാക്കിന്? ശരിയല്ലേ? കാലിച്ചാക്കിന് 12 രൂപ വെച്ചാണ് ഈടാക്കുന്നത്. അങ്ങനെ കാർഷിക മേഖല വന്നിട്ട് എല്ലാ രീതിയിലും സ്തംഭിച്ച് കർഷകർ ആത്മഹത്യ വക്കിൽ നിൽക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട വിഷയം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കാർഷിക മേഖലയെ നല്ല രീതിയിൽ ഈ പ്രതിസന്ധിയിൽ നിന്ന് മേലെ കൊണ്ടുവരണം. കർഷകർക്ക് നല്ലൊരു സംരക്ഷണം നൽകണം. കർഷകരുടെ ആവശ്യം അറിഞ്ഞുകൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് നല്ലൊരു അവസരം കർഷകർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നുള്ള ഒരു ദൗത്യമാണ് ബി.ജെ.പി പ്രധാനപ്പെട്ട ദൗത്യമായി ഏറ്റെടുത്തിരിക്കുന്നത്. രാജേന്ദ്രൻ ഏറെക്കാലം കോൺഗ്രസിൽ പ്രവർത്തിച്ചാണ്. കോൺഗ്രസിൽ നിന്നാണ് ഈ ഒരു ബി.ജെ.പിയിലേക്ക് എത്തുന്നത്. ബി.ജെ.പിയിലേക്ക് എത്താനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? എത്താനുള്ള സാഹചര്യം വളരെ വ്യക്തമാണ്. കോൺഗ്രസ് എന്നുള്ളൊരു പ്രസ്ഥാനം പൊതുപ്രവർത്തന രംഗം കാഴ്ചവെക്കുന്നതിനേക്കാളും ജനങ്ങൾക്ക് വേണ്ടി ആവശ്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനേക്കാളും സ്വന്തം താല്പര്യങ്ങൾക്കും കുടുംബാധിപത്യത്തിനും സ്വാർത്ഥതയ്ക്കും വേണ്ടി ഒരു വ്യക്തി താല്പര്യത്തിന്മേൽ നീങ്ങുന്നു. ആ ഒരു നീക്കം പലവട്ടം നേതൃത്വത്തിനോട് അറിയിക്കുകയും ആ വീഴ്ചകൾ ശരിയല്ല, ഒരു പൊതുപ്രവർത്തന രംഗത്ത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം ആ പ്രവർത്തന രീതി എന്ന് മനസ്സിലാക്കിയിട്ട് പോലും നേതൃത്വം ഒരു രീതിയിലും തിരിഞ്ഞു നോക്കാത്ത ഒരു ധാർഷ്ട്യം. അപ്പോൾ അത് ഒരു ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതിനിന്ന് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണ് യോഗ്യമായ പാർട്ടി എന്നുള്ള മനസ്സിലാക്കിയതുകൊണ്ടും ഭാരതീയ ജനതാ പാർട്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ ശ്രീ നരേന്ദ്രമോദിജി അവരുടെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി നിർവഹിച്ചു വരുന്ന ആ നേതൃത്വവും ആ ആശയവും ഉൾക്കൊണ്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാറേണ്ട ഒരു സ്ഥിതിയാണ് വന്നത്. ഈ ജനതാദളിലെ ദേശീയ തലത്തിൽ എൻ.ഡി.എക്കൊപ്പമാണ്. അതിന് ശേഷം ഇപ്പോൾ ഇവർ അവരുടെ ചിഹ്നം വരെ പോയിരിക്കുകയാണ്. മോതിരം എന്നുള്ള ചിഹ്നത്തിലാണ് ആദ്യമായിട്ട് അവർ മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ അത് തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട് ഈ ജനതാദളിനും മന്ത്രി കൃഷ്ണൻകുട്ടിക്കൊക്കെ. തിരിച്ചടി എന്ന് പറയുന്നത് ഓരോരോ പ്രസ്ഥാനം ആരോടൊപ്പം നിൽക്കണം, ആരോടൊപ്പം ഘടകകക്ഷിയെ നിൽക്കുന്നെല്ലാം അത് അവരുടെ സ്വന്തം താല്പര്യവും സ്വാതന്ത്ര്യവുമാണ്. നമ്മൾ അതിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല. പക്ഷേ തിരിച്ചടി എന്ന് പറയുന്നത് ജനങ്ങളുടെ മനസ്സിലൂടെയാണ്. കാരണം ജനങ്ങൾ അനുഭവിച്ചു വരുന്ന ആ ബുദ്ധിമുട്ടുകൾ, അവരുടെ നിത്യജീവിതം മുതൽ മുടങ്ങിക്കിടക്കുന്നൊരവസ്ഥ, കർഷകരുടെ മറ്റ് മേഖലകളെല്ലാം സ്തംഭിക്കുന്നൊരവസ്ഥ, അത് ജനങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. വ്യാപാരി വ്യവസായികൾ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ മനസ്സ് തിരിച്ചറിവുമാണ് തിരിച്ചടിയാവാൻ പോകുന്നത് മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്ക്. അതിൻ്റെ ഒരു ഗുണമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് വരാൻ പോകുന്ന ദിവസങ്ങളിൽ കിട്ടാൻ പോകുന്നത്. ഈ മണ്ഡലം എന്ന് പറയുമ്പോൾ തമിഴ്നാട് ബോർഡർ ഷെയർ ചെയ്യുന്നൊരു മണ്ഡലമാണ്. അപ്പം ആ ഒരു തമിഴ് ന്യൂനപക്ഷം ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള ഒരു പിന്തുണ എൻ.ഡി.എക്ക് ഉണ്ട്. തീർച്ചയായിട്ടും ജനങ്ങളുടെ പിന്തുണ എൻ.ഡി.എക്ക് ഉണ്ട്. അതിന് ബോർഡർ ആയിക്കോട്ടെ, ബോർഡറിൻ്റെ അപ്പുറം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഗ്രാമങ്ങളിലായിക്കോട്ടെ, ജനപിന്തുണ നല്ലോണം ഭാരതീയ ജനതാ പാർട്ടി വിശ്വസിച്ചുകൊണ്ട്
അവർ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് മനസ്സറിഞ്ഞ് സഹായിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതുതന്നെയാണ്. ഏതായാലും NDA സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചിറ്റൂർ മണ്ഡലത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ഇന്നിപ്പോൾ കീ വോട്ടേഴ്സിനെ കാണുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം കോൺഗ്രസിൽ പ്രവർത്തിച്ച് ദീർഘകാലം പ്രവർത്തിച്ച് കോൺഗ്രസിലെ തെറ്റായ കാര്യങ്ങൾ, കുടുംബാധിപത്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ തുറന്നു പറഞ്ഞ് അവസാനം BJP പാളയത്തിലെത്തി ഇപ്പോൾ മത്സര രംഗത്തുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ 10 വർഷക്കാലമായി മന്ത്രി കൃഷ്ണൻകുട്ടിയാണ് ഈ ഒരു ചിറ്റൂർ മണ്ഡലത്തിൻ്റെ MLA. കാർഷിക മേഖലയിൽ ജനങ്ങൾ, പ്രത്യേകിച്ച് നെൽകർഷകർ അനുഭവിക്കുന്ന സമാനതകളില്ലാത്ത ദുരിതം ഉൾപ്പെടെ ഉണ്ട് മണ്ഡലത്തിലെ പ്രധാന വിഷയങ്ങളായിട്ട്. അത് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് സ്ഥാനാർത്ഥി വ്യക്തമാക്കുന്നത്. സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.